അതിരപ്പള്ളിയിൽ വീണ്ടും കാട്ടാന. കബാലിയുടെ ആക്രമണം. മലക്കപ്പാറയിൽ വിനോദസഞ്ചാരത്തിനെത്തി തിരികെ മടങ്ങിയവരുടെ കാറുകൾ കാട്ടാന ആക്രമിച്ചു. വൈകിട്ട് 6:30യോടെയാണ് വാൾ ഹൗസ് ഭാഗത്ത് കബാലിയുടെ ആക്രമണം ഉണ്ടായത്. വണ്ടി നോക്കി കൊടുക്കുക, ആന കയറി പൊക്കോളും. ഇത് ചുമ്മാ കാറി എന്റെ വണ്ടി തീർന്ന എനിക്ക് അയച്ചോളൂ. സൗണ്ട് ഉണ്ടാക്കില്ല. സൗണ്ട് ഞങ്ങൾ കിട്ടുന്നത് എന്റെ വണ്ടിയാ. ഇല്ല ആളിറങ്ങി. എന്റെ വണ്ടിയാ. എല്ലാവരും ഒച്ചിടാ. വിവരങ്ങളുമായി ലെവിൻ കെ വിജയനാണ് ചേരുന്നത്. ലെവിൻ, ഏറെ പേടിപ്പെടുത്തുന്ന ദൃശ്യം തന്നെയാണ്. തൊട്ടു മുന്നിൽ ഒരു കാറും നിൽപ്പുണ്ട്. എന്തായാലും ആളുകൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള പരുക്കുണ്ടോ? എപ്പോഴാണ് ഈ സംഭവം നടന്നത്? സ്വാതി, ഇന്ന് വൈകിട്ട് 6:30 കൂടിയാണ് സംഭവം. ഈ സംഭവം ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ആന റോഡിലേക്ക് ഇറങ്ങി വരുന്നു, നടന്നു വരുന്നു. ഈ സമയത്ത് റോഡരികിൽ പാർക്ക് ചെയ്തിരുന്ന കാറുകൾക്ക് അടുത്തെത്തുന്നു. കാറുകൾ കുത്തി അത് കേടുപാട് വരുത്തുന്നു എന്നുള്ളതാണ് ഒറ്റ നോട്ടത്തിൽ ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാകുന്നത്. പക്ഷേ നിരന്തരം ആനശല്യം ഉണ്ടാകുന്ന റൂട്ടിൽ, കബാലിയെ പോലെയുള്ള നിരവധി കൊമ്പന്മാർ നിരന്തരം ഇറങ്ങുന്ന റൂട്ടിൽ വളരെ ജാഗ്രതയോടുകൂടി വേണം മുന്നോട്ട് പോകാൻ എന്നുള്ളത് അടിക്കടി വനംവകുപ്പ് ബോർഡ് വെച്ച് മുന്നറിയിപ്പ് നൽകുന്ന ഒരു സ്ഥലമാണ്. പക്ഷേ ആളുകളുടെ കൗതുകവും അശ്രദ്ധയും അതോടൊപ്പം തന്നെ ആനയെ കാണാനുള്ള ആഗ്രഹവും ഒക്കെ ഇത്തരത്തിലുള്ള അപകടങ്ങളും ദുരന്തങ്ങളും ഒക്കെ വരുത്തി വെക്കുന്നു എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ടതായിട്ടുള്ള കാര്യം. ഈ ആനയെ സാമീപ്യം അവിടെ തിരിച്ചറിഞ്ഞ് കാറിൽ ഉണ്ടായിരുന്ന ആളുകൾ ആ കാറിന് പുറത്തിറങ്ങി നിന്നതുകൊണ്ട് മാത്രമാണ് വലിയൊരു ദുരന്തവും അപകടവും ഒഴിവായിട്ടുള്ളത്. 2 കാറുകളാണ് ഇത്തരത്തിൽ ഇന്ന് കബാലി 6:30 മലക്കപ്പാറയിലെ നിന്നും തിരികെ വിനോദസഞ്ചാരം കഴിഞ്ഞ് മടങ്ങി വരുന്ന സംഘത്തിൽപ്പെട്ട ആളുകൾ 2 കാറുകളാണ് കബാലി വാൽവ് ഹൗസ് ഭാഗത്ത് വെച്ചിട്ട് ഇത്തരത്തിൽ ആക്രമിക്കുന്നത്. ആളുകൾ നേരത്തെ തന്നെ ഈ കാറ് റോഡരികിൽ പാർക്ക് ചെയ്ത് മാറി നിന്നുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിൽ ഒരു വലിയ ദുരന്തം, അപകടം ഒഴിവായത്. ആന ഏറെ നാളുകൾക്ക് ശേഷമാണ് ഇത്തരത്തിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം ഈ പ്രദേശത്തേക്ക് വീണ്ടും എത്തുന്നത്. കബാലി എന്നുള്ള കാട്ടുകൊമ്പനെ നമുക്കറിയാം. നേരത്തെ മുൻപും നിരവധി അതിക്രമങ്ങൾ ആളുകൾക്ക് നേരെ നടത്തുകയും വാഹനങ്ങൾ നടത്തുകയും കൃഷിനാശം വരുത്തുകയും ഒക്കെ ചെയ്തിട്ടുള്ള അതിരപ്പള്ളി വാഴച്ചാൽ മേഖലയിലെ പ്രധാനപ്പെട്ട കാട്ടുകൊമ്പന്മാരിൽ ഒന്നാണ്. അത്തരത്തിൽ നിരവധി ആനകളാണ് ഇവിടെയുള്ളത്. ഒന്നിലധികമോ ആനകൾ മിക്കവാറും എല്ലാ ദിവസവും റോഡിലിറങ്ങുന്ന പ്രദേശം കൂടിയാണ് ഇവിടെ. അത്തരത്തിൽ ആ ഒരു പ്രദേശത്താണ് ഇപ്പോൾ വീണ്ടും കബാലിയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഏതായാലും ദൃശ്യങ്ങൾ ഭീതിപ്പെടുത്തുന്നതാണ്. പക്ഷേ ആളുകൾ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടതായിട്ടുള്ള കാര്യം. ഏതായാലും ആനയുടെ നിരന്തര സാന്നിധ്യമുണ്ട്. അതിരപ്പള്ളി, മലക്കപ്പാറ, വാഴച്ചാൽ റൂട്ടുകളിലൊക്കെ പോകുന്ന വിനോദസഞ്ചാരികൾ അടക്കം വലിയ ജാഗ്രതയോടുകൂടി തന്നെ മുന്നോട്ട് പോകേണ്ട സാഹചര്യമാണ് എപ്പോഴും ഈ പ്രദേശങ്ങളിലുള്ളത്. സ്വാതി.